1931 നമ്മുടെ മഹാത്മാഗാന്ധി അദ്ദേഹം റൗണ്ട് ടേബിൾ കോൺഫറൻസ് രണ്ടാം വട്ടമേ സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ട് പോകാനായിട്ട് ബോംബെയിലെ തുറമുഖത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തെ കാണുവാനായി കുറേ പത്രപ്രവർത്തകർ വന്നു. ഈ പത്രപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കളുടെ ആ ദൗത്യം വിജയിക്കുകയാണെങ്കിൽ എങ്ങനെയുള്ള ഒരു ഭരണഘടനയാണ് ഇന്ത്യക്ക് വേണ്ടി വിഭാവന ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ മഹാത്മാഗാന്ധി പറഞ്ഞു, എൻ്റെ ഉദ്ദേശമനുസരിച്ചാണെങ്കിൽ ഇന്ത്യ ഒരു പരമോന്നത രാജ്യമായിരിക്കും. അവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ സ്ഥാനമുണ്ടായിരിക്കും. ഇന്ത്യക്കകത്ത് ഈ ഇൻടോക്സിക്കൻ ഡ്രിങ്ക്സിനോ ഡ്രഗ്സിനോ ഒന്നും ഒരു സ്ഥാനം ഉണ്ടാകത്തില്ല. ഇങ്ങനെ ഒരു പുതിയ ഇന്ത്യയാണ് ഞാൻ വിഭാവന ചെയ്തത്. അങ്ങനെ മഹാത്മാഗാന്ധി 1931 പറഞ്ഞെങ്കിലും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാനും ഭരണഘടനാ അസംബ്ലി ഉണ്ടാക്കാനും ഭരണം ഉണ്ടാകാനും വളരെ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ഭരണഘടനയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇന്ത്യക്കൊരു ഭരണഘടന രൂപീകരണമുള്ള കോൺഗ്രസ് അസംബ്ലി വേണമെന്ന് ആദ്യമായിട്ട് ആവശ്യപ്പെടുന്നത് എം.എൻ. റോയിയാണ്. 1934 എം.എൻ. റോയ് ഇന്ത്യക്കൊരു കോൺഗ്രസ് അസംബ്ലി വേണമെന്ന് ആവശ്യപ്പെട്ടു. അത് കഴിഞ്ഞു അടുത്ത വർഷം കോൺഗ്രസ് പാർട്ടി ഒരു തീരുമാനമെടുത്തു, ഇന്ത്യക്ക് ഒരു കോൺഗ്രസ് അസംബ്ലി വേണം. അങ്ങനെ പലരും പല പ്രാവശ്യം തീരുമാനമെടുത്തു. അവസാനം പ്രധാനമായി നടന്നൊരു സംഭവം എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് 1946 തുടക്കത്തിൽ ഇന്ത്യയിലേക്ക് ഒരു കമ്മീഷൻ അയച്ചു. ഈ കമ്മീഷൻ്റെ പേര് ക്യാബിനറ്റ് മിഷൻ എന്നാണ്. സാധാരണഗതിയിൽ ഒരു കമ്മീഷൻ അറിയപ്പെടുന്നത് ആ കമ്മീഷൻ്റെ ചെയർമാൻ്റെ പേരിലാണ്. ക്രിപ്സ് മിഷൻ എന്ന് പറയും, അല്ലെങ്കിൽ സൈമൺ കമ്മീഷൻ എന്നൊക്കെ പറയും. പക്ഷേ ഈ കമ്മീഷൻ അറിയപ്പെടുന്നത് ക്യാബിനറ്റ് മിഷൻ എന്നാണ്. അതിൻ്റെ കാരണം ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ 3 മന്ത്രിമാരാണ് ഈ സമിതിയിലുണ്ടായിരുന്നത്. ഒന്ന് പെത്തിക് ലോറൻസ് എന്ന് പറയും, ലോർഡ് പെത്തിക് ലോറൻസ്, ഇന്ത്യയുടെ ചാർജുള്ള ബ്രിട്ടനിലെ മന്ത്രി. രണ്ടാമത്തെ ആൾ സ്റ്റാഫോർഡ് ക്രിപ്സ് എന്ന് പറയും, പ്രസിഡൻറ്റ് ബോർഡ് ഓഫ് ട്രേഡ് ആസ്ഥാനം. മൂന്നാമത്തെ ആൾ A.V. അലക്സാണ്ടർ, ഫസ്റ്റ് ലോർഡ് ഓഫ് അഡ്മിറാൽറ്റി എന്ന് പറയും, നേവിയുടെ ചാർജുള്ള മന്ത്രി. ഈ 3 മന്ത്രിമാർ ഈ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിൽ വന്ന വിവിധ നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തി. അവസാനം ക്യാബിനറ്റ് മിഷൻ ബ്രിട്ടനിൽ പോയി ഗവൺമെൻറ് ഒരു റിപ്പോർട്ട് കൊടുത്തു, ഏതായാലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ പോവാണ്, ഇനി നമുക്ക് ഡേറ്റ് മാത്രമേ തീരുമാനിക്കുള്ളൂ. ലെറ്റ് ദം ഹാവ് എ കോൺഗ്രസ് അസംബ്ലി, ലെറ്റ് ദം സ്റ്റാർട്ട് ഫ്രെയിമിങ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അവർ അങ്ങ് തുടങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ബ്രിട്ടീഷുകാരും പറഞ്ഞു, ഓക്കെ, അവർ കോൺഗ്രസ് അസംബ്ലി ഉണ്ടാകട്ടെ, അവർക്ക് ഭരണഘടന ഉണ്ടാക്കാനുള്ള നടപടി എടുക്കാനുള്ള അനുവാദം കൊടുക്കാം. അങ്ങനെ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു ഇന്ത്യക്ക് ഒരു കോൺഗ്രസ് അസംബ്ലി രൂപീകരിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. എത്ര അംഗങ്ങളുണ്ടായിരിക്കണം? ബ്രിട്ടീഷ് ഗവൺമെൻറ് തീരുമാനിച്ചു ഇന്ത്യയിൽ അന്ന് ഏകദേശം 39-40 കോടി ജനങ്ങളുള്ളത്. അപ്പോൾ ഒരു 10 ലക്ഷം ജനങ്ങൾക്ക് ഒരു മെമ്പർ. ആ നിലയിൽ ഒരു 389 അംഗങ്ങളുള്ള ഒരു കോൺഗ്രസ് അസംബ്ലി രൂപീകരിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് തീരുമാനിച്ചു. പക്ഷേ ഈ മെമ്പേഴ്സിനെ എല്ലാം നേരിട്ട് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇന്ത്യയിൽ ഒരുപാട് പേര് വിദ്യാഭ്യാസം ഉള്ളവരല്ല, അങ്ങനെ ഇലക്ഷൻ നടത്തുക എളുപ്പമല്ല. അപ്പോൾ ബ്രിട്ടീഷുകാർ പറഞ്ഞു, ഒരുപാട് സ്റ്റേറ്റ്സിൽ അസംബ്ലിയുണ്ട്, ആ സ്റ്റേറ്റ് റെപ്രസെൻറ്റേറ്റീവ്സിനെ അസംബ്ലി തിരഞ്ഞെടുക്കും. ട്രാവൻകൂർ പോലുള്ള രാജാക്കന്മാർ ഭരിക്കുന്ന സ്ഥലങ്ങളിൽ രാജാവ് നോമിനേറ്റ് ചെയ്യും. അങ്ങനെ പാർട്ട്ലി എലക്റ്റഡായിട്ടും പാർട്ട്ലി നോമിനേറ്റഡായിട്ടും 389 പേരുള്ള ഒരു കോൺഗ്രസ് അസംബ്ലി രൂപീകരിക്കപ്പെട്ടു. അതിനകത്ത് ഇന്ത്യയുടെ പ്രതിനിധികളുമുണ്ട്, പാകിസ്ഥാൻ്റെ പ്രതിനിധികളുമുണ്ട്. ഇവരെല്ലാം ഒരുമിച്ചാണ് ഈ അസംബ്ലി തുടങ്ങുന്നത്. അപ്പോൾ മഹാത്മാഗാന്ധി കോൺഗ്രസ് അസംബ്ലി മെമ്പറല്ല. മഹാത്മാഗാന്ധി ഒരു സ്ഥാനത്ത് ഇരിക്കാൻ താല്പര്യമുണ്ടായിരുന്ന ആളല്ല. ഒരിക്കൽ മാത്രമേ അദ്ദേഹം ഒരു ഔദ്യോഗിക സ്ഥാനം വഹിച്ചിട്ടുള്ളൂ. 1924 ബെൽഗാമിൽ ചേർന്ന കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. അതിനുശേഷം അദ്ദേഹം ഒരു സ്ഥാനത്ത് ഇരുന്നിട്ടില്ല. അദ്ദേഹം കോൺഗ്രസ് അസംബ്ലി മെമ്പറല്ലായിരുന്നു. മുഹമ്മദ് അലി മെമ്പറായിരുന്നെങ്കിലും ഈ സമിതിയെ ബോയ്ക്കോട്ട് ചെയ്തു. അങ്ങനെ ഏതായാലും ഒരു സമിതി ഉണ്ടായി. സമിതി പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യ രണ്ടായി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പാകിസ്ഥാനി റെപ്രസെൻറ്റേറ്റീവ്സ് എല്ലാം ഈ കോൺഗ്രസ് അസംബ്ലി വിട്ടുപോയി. അപ്പം ആകെയുള്ള 389 റിമൈനിങ് ആളുകളെന്ന് പറഞ്ഞാൽ 299 പേരാണ്. അങ്ങനെ 299 പേരാണ് ഇന്ത്യയുടെ ഭരണഘടന ശരിക്കും പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ചില കാര്യങ്ങൾ ഓർത്തിരിക്കണം. നമ്മുടെ കോൺഗ്രസ് അസംബ്ലി ആദ്യമായിട്ട് കൂടുന്നത് 9th ഡിസംബർ 1946 ആദ്യത്തെ മീറ്റിംഗ് 9th ഡിസംബർ 1946, ഏകദേശം സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 1 വർഷം മുമ്പാണ് ആ മീറ്റിംഗ് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് കുറേ സമയമെടുത്ത് അവസാനം
കോൺസ്റ്റിറ്റ്യൂഷൻ റെഡിയാകുന്നത് 26 നവംബർ 1949 ഏകദേശം 3 വർഷം എടുത്തിട്ടാണ് നമ്മുടെ ഭരണഘടന രൂപീകരിച്ചത്. എന്തുകൊണ്ടെന്നാൽ ഏറ്റവും രസകരമായ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കോൺസംബ്ലിയിലെ മിക്കവാറും മെമ്പേഴ്സ് വക്കീലന്മാരായിരുന്നു. ഏകദേശം ഒരു 80% 90% മെമ്പേഴ്സും വക്കീലന്മാർ. നെഹ്റു വക്കീലാണ്, രാജേന്ദ്ര പ്രസാദ് വക്കീലാണ്, അംബേദ്കർ വക്കീലാണ്, കെ എം അല്ലാടി കൃഷ്ണസ്വാമി, എല്ലാവരും വക്കീലന്മാരാകുമ്പോൾ എന്താ അറിയാം, ഓരോ പ്രൊഫഷൻ എടുക്കുമ്പം ഭയങ്കര ആർഗ്യുമെൻറ്റ്സ്, ചർച്ചകൾ ഇങ്ങനെ വന്ന് ഈ ഭരണഘടന രൂപീകരിച്ച് ഫൈനലി അഡോപ്റ്റ് ചെയ്യാനായിട്ട് ഏകദേശം 3 കൊല്ലമെടുത്തു. അതായത് 9 ഡിസംബർ 1946 തൊട്ട് 20 നവംബർ 1949 വരെയുള്ള സമയമാണ്. എക്സാക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 2 വർഷം 11 മാസം 18 ദിവസം 2 വർഷം 11 മാസം 18 ദിവസം എടുത്തിട്ടാണ് നമ്മുടെ ഭരണഘടന കംപ്ലീറ്റ് ആയിട്ട് എഴുതി അപ്രൂവ് ചെയ്ത് തീർന്നത്. അപ്പോൾ ഈ ഭരണഘടന ഓരോ പ്രൊവിഷൻ എടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വക്കീലന്മാരിൽ ഒരുപാട് അഭിപ്രായം പറയും. അപ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ചർച്ച, അഭിപ്രായം, ഭയങ്കര ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നെഹ്റു, പട്ടേൽ, അംബേദ്കർ, രാജേന്ദ്ര പ്രസാദ് എല്ലാവരും വിടും. എങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കും, അങ്ങനെ സോൾവ് ചെയ്യും പ്രശ്നം. അതിന് ഉദാഹരണമാണ് നമ്മുടെ ഭരണഘടനയുടെ ഫസ്റ്റ് ആർട്ടിക്കിൾ എല്ലാവർക്കും അറിയാം. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. എന്താണ് 2 പേര്, ഇന്ത്യയും ഭാരതവും ഉണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഭരണഘടന ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ കുറച്ച് മെമ്പേഴ്സ് പറഞ്ഞു ഭാരതാണ് ഇന്ത്യയുടെ പഴയ പേര്, അതുകൊണ്ട് നമ്മൾ ഭാരത് ഉപയോഗിക്കണം. അതേസമയത്ത് വേറെ കുറേ മെമ്പേഴ്സ് പറഞ്ഞു ലോകം മുഴുവൻ അറിയുന്ന ഇന്ത്യയാണ്, അതുകൊണ്ട് ഇന്ത്യ എന്നുള്ള പേര് മതി. അങ്ങനെ അഭിപ്രായ വ്യത്യാസം രൂക്ഷമായി കഴിഞ്ഞപ്പോൾ നെഹ്റുവും പട്ടേലും ഒക്കെ ഇടപെട്ടു. അവസാനം പറഞ്ഞു ഓക്കെ, നമുക്ക് ഈ 2 പേരും അങ്ങ് ചേർത്തേക്കാം. അങ്ങനെ ആദ്യത്തെ ആർട്ടിക്കിളിനകത്ത് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് എഴുതി. പക്ഷേ ബാക്കിയുള്ള സ്ഥലത്തെല്ലാം ഇന്ത്യ എന്ന് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, ഭാരത് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് 393 എന്നൊരു ആർട്ടിക്കിൾ ഉണ്ട്, 393. അതിനകത്ത് പറയുന്നു ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഷാൽ ബി നോൺ ആസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നേ പറയുന്നുള്ളൂ, ഭാരത് ഉപയോഗിക്കുന്നില്ല. ആദ്യത്തെ ആർട്ടിക്കിൾ മാത്രമാണ് ഈ ഭാരത്, ഇന്ത്യ എന്നും ഭാരതും 2 വാക്കും ഉപയോഗിക്കുന്നത്. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഉണ്ടായി. തുടക്കത്തിൽ പാകിസ്ഥാൻ റെപ്രസെൻറ്റേറ്റീവ്, ഇന്ത്യ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. പാകിസ്ഥാൻ സ്വതന്ത്രമായി പോയി കഴിഞ്ഞപ്പോൾ ഇപ്പോഴുള്ള മെമ്പേഴ്സ് എല്ലാം കൂടെ ചേർന്നിട്ട് നമ്മുടെ ഭരണഘടന ഉണ്ടാക്കി. ഒരുപാട് കമ്മിറ്റീസ് ഉണ്ടാക്കി. ഒരുപാട് മെമ്പേഴ്സുണ്ട്. എല്ലാ മെമ്പേഴ്സും കൂടെ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരുപാട് കമ്മിറ്റീസ് ഉണ്ടാക്കി. 10-11 കമ്മിറ്റീസ് ഉണ്ട്. പ്രധാനപ്പെട്ട കമ്മിറ്റികളെല്ലാം ഒന്നുകിൽ ജവഹർലാൽ നെഹ്റു ആയിരിക്കും അധ്യക്ഷൻ, അല്ലെങ്കിൽ സർദാർ വല്ലഭായ് പട്ടേലായിരിക്കും. ഇതൊന്നും കൂടാതെ ഒരു വളരെ പ്രധാനപ്പെട്ട കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റിയുടെ പേരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ B.R. അംബേദ്കർ ആയിരുന്നു. അംബേദ്കർ എന്ന ലോ മിനിസ്റ്റർ കൂടാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ലോ മിനിസ്റ്ററായ ഡോക്ടർ B.R. അംബേദ്കർ ആയിരുന്നു ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 അംഗങ്ങളാണ്. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് നമ്മുടെ ഭരണഘടന ശരിക്ക് എഴുതി ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഡോക്ടർ B.R. അംബേദ്കറാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ്, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആർക്കിടെക്റ്റ് എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. അങ്ങനെ ഒരുപാട് കമ്മിറ്റീസ് ഉണ്ടായി. കമ്മിറ്റീസ് ഒരുപാട് ചർച്ച നടത്തി. ഒരുപാട് അമെൻമെൻറ്റ്സ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ആവശ്യപ്പെട്ടു. അതെല്ലാം അംഗീകരിക്കുക അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്തു. അവസാനം കോൺസ്റ്റിറ്റ്യൂഷൻ റെഡിയായി. 26 നവംബർ 1949 നമ്മുടെ ഭരണഘടന റെഡിയായി, പാസ്സാക്കി, മെമ്പേഴ്സെല്ലാം ഒപ്പിട്ടു. അപ്പോഴാണ് ഒരു പ്രശ്നം, എന്ന് മുതൽ നിലവിൽ വരണം. അപ്പോൾ 26 നവംബറിൽ എല്ലാം റെഡിയായി കഴിഞ്ഞു. പക്ഷേ നമ്മൾ തീരുമാനിച്ചു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പ്രൊവിഷൻസ് മാത്രം അന്ന് നിലവിൽ വന്നാൽ മതി. ഭരണഘടന ആകെ ഫുള്ളായിട്ട് നിലവിൽ വരുന്നത് 26 ജാനുവരി 1950. അതായത് 2 മാസം കൂടെ 3 മാസം കഴിഞ്ഞ്, നവംബർ കഴിഞ്ഞ് ഡിസംബർ ജാനുവരി 2 മാസം കഴിഞ്ഞിട്ട് ഇന്ത്യൻ ഭരണഘടന മുഴുവനായിട്ട് നിലവിൽ വരും. അതായത് റിപ്പബ്ലിക് ഡേ അന്നാണ് 26 ജനുവരി 1950 ഭരണഘടന മുഴുവനായിട്ട് നിലവിൽ വരുന്നത്. അതിനൊരു കാരണമുണ്ട്, ഒരു ഹിസ്റ്റോറിക്കൽ റീസണുണ്ട്. അതായത് 1929 കോൺഗ്രസിൻ്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നു, ലാഹോർ സെഷൻ എന്നറിയപ്പെടുന്നത്. ഈ ലാഹോർ സെഷനിൽ ജവഹർലാൽ നെഹ്റുവായിരുന്നു അധ്യക്ഷൻ. അപ്പോൾ ലാഹോർ സെഷൻ ഒരു ഡിക്ലറേഷൻ നടത്തി, നമ്മൾ വി വിൽ നോട്ട് ബി സാറ്റിസ്ഫൈഡ് വിത്ത് എനിത്തിങ് ലെസ് ദാൻ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ്. പൂർണ്ണ സ്വരാജാണ് നമ്മുടെ ലക്ഷ്യം. പൂർണ്ണ സ്വരാജ് കുറഞ്ഞ് നമുക്കൊന്നും വേണ്ട.
നമ്മളങ്ങനെ പ്രഖ്യാപിച്ചു. എന്നിട്ട് കോൺഗ്രസ് പാർട്ടി എല്ലാ ഇന്ത്യക്കാരോടും ആവശ്യപ്പെട്ടു, അടുത്ത വർഷം ജനുവരി 26-ന് നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കണം. അപ്പോൾ കോൺഗ്രസ് എക്സേർട്ട് ചെയ്തതനുസരിച്ച് 1930 ജനുവരി 26-ന് ഇന്ത്യയിൽ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിച്ചു. ഏകദേശം 17 കൊല്ലം മുമ്പ്, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 17 കൊല്ലം മുമ്പ് നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിച്ചു. അതങ്ങ് വിട്ടുപോയി. ഭരണഘടന റെഡിയായപ്പോൾ നമ്മൾ തീരുമാനിച്ചു ആ പഴയ ഡേറ്റ്, ആ ഡേറ്റിൻ്റെ ഓർമ്മയ്ക്ക് നമ്മൾ തീരുമാനിച്ചു 1950 ജനുവരി 26-ന് ഭരണഘടന മുഴുവനായിട്ട് നിലയിൽ വരും. അങ്ങനെ ഇന്ത്യ റിപ്പബ്ലിക്കായി. അതിന് ഭരണഘടന മുഴുവനായിട്ട് നിലയിൽ വരുന്നത് 1950 ജനുവരി 26-നാണ്. അങ്ങനെ ഉണ്ടായി ഈ ഭരണഘടന. ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന. മറ്റൊരു രാജ്യത്തെ ഭരണഘടനയ്ക്കും ഇത്രയും വലിപ്പമില്ല. ഇപ്പോൾ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞാൽ ഏറ്റവും പഴയ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഏകദേശം 4500 വാക്കുകൾ മാത്രമേ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനുള്ളൂ. അതിന് 30 ഇരട്ടി വലിപ്പമുണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഏകദേശം 1.5 ലക്ഷം വാക്കുകൾ ചേർന്നിട്ടുള്ളതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. വലിയ ഡോക്യുമെൻ്റാണ്, ബിഗ് ഡോക്യുമെൻറ്റ്, ലെങ്തി ഡോക്യുമെൻ്റാണ്. ഈ ഭരണഘടന ഒരുപാട് പ്രാവശ്യം അമെൻഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റാറ്റിക് ഡോക്യുമെൻ്റ് അല്ല, ഡൈനാമിക് ഡോക്യുമെൻ്റാണ്. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് അമെൻമെൻറ്റ്സ് വന്നിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നത് 106-ാമത്തെ അമെൻമെൻറ്റ്. 106 പ്രാവശ്യം നമ്മുടെ ഭരണഘടന അമെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഭരണഘടന ദിവസം അടിക്കടി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മാറ്റങ്ങൾ ഇത് വന്നിട്ടുണ്ട്. അതുപോലെ സുപ്രീം കോടതി ഡിസിഷൻസ് കൂടെയും ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ഒറിജിനൽ ഭരണഘടനയ്ക്ക് വന്നിട്ടുണ്ട്.